സർവം കൃഷ്ണാർപ്പണമസ്തു. പുരാണങ്ങൾ പഴയ കഥകളാണെന്ന് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട്. പക്ഷെ പുരാണം എന്ന വാക്കിൻ്റെ അർത്ഥം നിത്യ നൂതനം എന്നതാണ്. കാലം മാറിയാലും മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നില്ല. അതുകൊണ്ട് പുരാണ കഥകൾ ഇന്നും നമ്മെ പഠിപ്പിക്കുന്നവയാണ്. അത്തരത്തിലുള്ള ഒരു മഹത്തായ കഥയാണ് ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷം ഒരു ആനയുടെ കഥ മാത്രമല്ല, അത് മനുഷ്യന്റെ കഥ കൂടിയാണ്. മനുഷ്യന്റെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട കഥയാണ് ഗജേന്ദ്രമോക്ഷം. ഒരിക്കൽ ഇന്ദ്രദ്യുമ്നൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഭക്തനായ വ്യക്തിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ആഴത്തിലുള്ള ധ്യാനത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ മഹർഷിയായ അഗസ്ത്യമുനി അവിടേക്കെത്തി. ധ്യാനത്തിൽ മുഴുകിയിരുന്ന രാജാവ് മുനിയെ കണ്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ആദരസൂചകമായി ഒന്നും ചെയ്തില്ല. ഇത് അഗസ്ത്യമുനിയെ കോപിതനാക്കി. അദ്ദേഹം രാജാവിനെ ശപിച്ചു, "നീ ഒരു ആനയായി ജനിക്കട്ടെ." ശേഷം അഗസ്ത്യമുനി പറഞ്ഞു, "മഹാവിഷ്ണുവിനെ ധ്യാനിച്ചാൽ നിനക്ക് മോക്ഷം ലഭിക്കും." ശാപഫലമായി ഇന്ദ്രദ്യുമ്നൻ ഒരു ആനയായി ജനിച്ചു. അവൻ ഗജേന്ദ്രൻ എന്ന പേരിൽ കാട്ടിൽ ജീവിച്ചു. ശക്തിയും ധൈര്യവും നിറഞ്ഞൊരാന. കാട് മുഴുവൻ കുലുക്കി നടന്നു. അവന് ആരെയും ഭയമുണ്ടായിരുന്നില്ല. ചുറ്റും മറ്റാനകളും ഉണ്ടായിരുന്നു. അവൻ കാട്ടിലെ രാജാവ് തന്നെയായിരുന്നു. ഒരു ദിവസം ഗജേന്ദ്രൻ ഒരു തടാകത്തിലേക്ക് പോയി. വെള്ളം കുടിക്കാൻ വേണ്ടിയായിരുന്നു. വെള്ളം കുടിച്ച് ശാന്തമായി തിരിച്ചു പോയിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ അവൻ വെള്ളം കാലുകൊണ്ട് കലക്കി. അപ്പോഴാണ് തടാകത്തിൽ ഉണ്ടായിരുന്ന ഒരു മുതല അവൻ്റെ കാലിൽ കടിച്ചത്. ആദ്യം ഗജേന്ദ്രന് അത് നിസാരമായി തോന്നി. എന്നെ പോലുള്ള ശക്തനായ ഗജേന്ദ്രനെ ഒരു മുതലയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും? അവൻ കാൽ വലിച്ചു. പക്ഷേ മുതലയുടെ പല്ലുകൾ കൂടുതൽ ഉറച്ചു. മുതല ഗജേന്ദ്രനെ വെള്ളത്തിലേക്ക് വലിച്ചു. ഗജേന്ദ്രൻ തൻ്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ചു. അവനെ സഹായിക്കാൻ മറ്റാനകളും വന്നു. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാർ ഒന്നൊന്നായി ഒഴിഞ്ഞുപോയി. അവസാനം ഗജേന്ദ്രൻ ഒറ്റയ്ക്കായി. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഇതാണ്: ആപത്ത് വന്നാൽ എല്ലാവരും നമ്മോടൊപ്പം നിൽക്കണമെന്നില്ല. അവസാനം ഗജേന്ദ്രൻ ക്ഷീണിച്ചു. അവൻ്റെ അഹങ്കാരം തകർന്നു. അവനൊരു താമരപ്പൂവെടുത്തു. മഹാവിഷ്ണുവിനെ ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവകൃപ. അവൻ്റെ പ്രാർത്ഥന കേട്ട് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം സുദർശന ചക്രം ഉപയോഗിച്ച് മുതലയെ വെട്ടി ഗജേന്ദ്രനെ രക്ഷിച്ചു. അതോടൊപ്പം മുതലയ്ക്കും ശാപമോക്ഷം ലഭിച്ചു. ഈ കഥയുടെ സന്ദേശം എന്തെന്നാൽ, ഗജേന്ദ്രമോക്ഷം മനുഷ്യരാശിക്ക് നൽകുന്ന സന്ദേശം തന്നെയായി കരുതണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ശക്തിയിൽ അഹങ്കരിക്കുന്നു. എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് കരുതുന്നു. പക്ഷെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ നമ്മെ തകർക്കും. അവിടെയാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. താമര വളരുന്നത് ചെളിയിലാണ്, പക്ഷെ അത് വെള്ളത്തിന് മുകളിൽ ശുദ്ധമായി നിലകൊള്ളുന്നു. അതേപോലെ മനുഷ്യനും ലോകത്തിൽ ജീവിച്ചാലും അഹങ്കാരത്തിൽ വീഴരുത്. ഗജേന്ദ്രമോക്ഷം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. അഹങ്കാരം അസ്തമിക്കുമ്പോൾ ആത്മജ്ഞാനം ഉദിക്കുന്നു. ജീവിതത്തിലെ വീഴ്ചകൾ നമ്മെ നല്ല വഴിയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ഈ കഥയുടെ ആഴം ചിന്തിച്ച് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ആത്മീയ കഥകൾക്കായി ചാനൽ പിന്തുടരുക. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.